ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. കുട്ടികളിൽ അച്ചടക്കം വളർത്താനുള്ള തന്ത്രങ്ങൾ എല്ലാ മാതാപിതാക്കളും പറയാനുള്ള. ഒരു കുട്ടിക്ക് അച്ചടക്കവും ഇല്ല, എൻ്റെ കൊച്ചൊരു വക, കുട്ടിക്ക് അച്ചടക്കമൊന്നുമില്ല, എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല, എന്ത് പറഞ്ഞാലും ഒരു വകയാണ് എല്ലാവരും പറയുന്ന. കുട്ടികളെ കുറിച്ച് ടീച്ചർമാർ അധ്യാപകരും പറയും, ആ കുട്ടിക്ക് ഒരു അച്ചടക്കവും ഇല്ല, ഒരു അനുസരണയില്ല. ഇങ്ങനെ കുട്ടികളെ നിഷേധാത്മകമായ ഒരു ഭാവിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ 10 പ്രാവശ്യം ആ കുട്ടി കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഓ ഞാൻ ചീത്തയാ, ഞാൻ കൊള്ളരുതാത്തവനാ, എന്നെ കൊണ്ട് നിഷേധാത്മക ചിന്തകളിലേക്ക് അവൻ്റെ മനസ്സ് പിന്നെയും വളരും. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ അച്ചടക്കം വളർത്താൻ തന്ത്രങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. അതായത് ഒരു വീട്ടിലൊരു കുട്ടിയുടെ അടുത്ത് പ്രയോഗിക്കുന്ന തന്ത്രം, ഇപ്പോൾ ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. മൂത്ത കുട്ടിയുടെ അടുത്ത് പ്രയോഗിക്കുന്ന തന്ത്രങ്ങളോ ആ ശീലങ്ങളോ ഒന്നും ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കുട്ടിയോട് സാധിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു വീട്ടിലെ ഒരു കുട്ടിയോട് പ്രയോഗിക്കുന്ന തന്ത്രം തന്നെ മറ്റു കുട്ടികളോടൊന്നും പ്രയോഗിക്കാൻ സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവൻ നിഷേധിയായിട്ട് അങ്ങനെ കണക്ക് കൂട്ടും. എങ്കിലും ഈ 2-11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ചില അച്ചടക്ക തന്ത്രങ്ങൾ നമുക്ക് പ്രയോഗിക്കാം. അതായത് 2 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെ, 10, 10, 11 വയസ്സിൽ വ്യക്തിത്വം ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വ്യക്തിയായിട്ടൊരു രൂപാന്തരപ്പെട്ട് വരുന്നൊരു സമയമാണ് 2 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെ. മകനായാലും മകളായാലും അവൻ്റെ ആ ഭാവിയും അവൻ്റെ രൂപവും എല്ലാം ഭാവപ്പെട്ട് വരുന്നൊരു സമയമാണ്. ആ സമയത്ത് നമുക്ക് അവനിൽ ചില അച്ചടക്ക തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ അത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതായത് 6 വയസ്സ് മുതലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെയും വീട്ടിലെയും ആ തന്ത്രങ്ങളൊക്കെ ഇവർ കണ്ട് കേട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാപിച്ച. ചില കുട്ടികൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ സ്കൂളിൽ ടീച്ചർമാർ ചെയ്തതുപോലെ പറയുക, പ്രവർത്തിക്കുക, കാണിക്കുക, അങ്ങനെയുള്ള കാര്യം. ചില കുട്ടികൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനമ്മമാർ കാണിക്കുന്നതൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 തൊട്ട് 11 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട അച്ചടക്ക തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ, കുട്ടികളെ വളർത്തുന്നതിൽ ഓരോ മാതാപിതാക്കൾക്കും അവരവരുടേതായ രീതികളുണ്ട്. എല്ലാ അച്ഛനമ്മമാരും ഒരുപോലെ ഒന്നല്ല മക്കളെ വളർത്താം. പലർക്കും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പല രീതികളുണ്ട്. അവർക്കൊരു ആഗ്രഹങ്ങളുണ്ട് തങ്ങളുടെ മക്കളെ ഇന്ന രീതിയിൽ വളർത്തണമെന്ന്. അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അച്ഛനോടൊരു കാര്യം ചോദിച്ചു, അപ്പോൾ അച്ഛൻ ഉടനെ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ പോയിട്ട് അമ്മയോട് അത് പറഞ്ഞ് ആ കാര്യം സാധിച്ചെടുക്കുന്ന ഒരു ശീലം നമ്മുടെ വീടുകളിലും കുട്ടികൾ. അല്ലെങ്കിൽ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അച്ഛനോട് പോയിട്ട് ആ ശീലം നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു രീതി. അങ്ങനെ അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയെ കൊണ്ടും, അമ്മ പറ്റില്ല എന്ന് പറഞ്ഞാൽ അച്ഛനെ കൊണ്ടും, 2 പേരിൽ നിന്നും ആരെങ്കിലും ഒരാളിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു രീതി. ഇത് ഒരു നല്ല ഒരു ശീലമായിട്ട് കാണുന്നില്ല. അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഉടനെ അമ്മ എന്ത് പറയണം? അത് വേണ്ട മോനെ അല്ലെങ്കിൽ മോളെ, അത് നമുക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കുട്ടിയെ പിടിച്ചടിയിലിരുത്തി, മടിയിലോ അടുത്തോ എവിടെയെങ്കിലും ഇരുത്തി അടുത്തിരുത്തി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം ആയിട്ടില്ല. കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നോ അത് അതിവേഗമായ കൂടുതൽ തീവ്രതയിൽ അവർ ചെയ്യാൻ ശ്രമിക്കും. ചെയ്യരുത് എന്ന നിഷേധാത്മക ചിന്തയിൽ നമ്മൾ എന്ത് നമ്മളുടെ മക്കളോട് പറഞ്ഞു നോക്കിക്കോ, അവർ ചെയ്യുന്നത് അതിനേക്കാൾ വേഗത്തിലായിരിക്കും. അതേസമയം കുട്ടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ ചെയ്യാൻ ശ്രമിക്കട്ടെ. ആ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനെ ഒബ്സർവ് ചെയ്യുക, നമ്മളതിനെ നിരീക്ഷിക്കുക, എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് ചെയ്താൽ കണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം ഒരു 5 വയസ്സ് തൊട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അച്ഛൻ വേണ്ട എന്ന് പറയുന്ന കാര്യം അമ്മയും വേണ്ട എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും ഇതിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. അത് എന്തുകൊണ്ട് എന്നുകൂടി പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, പിന്നെ അതിനപ്പുറത്തേക്ക് നീ ഒന്ന് ചോദിക്കരുത് എന്നല്ല കുട്ടികളോട് പറയേണ്ടത്. അത് നിഷേധാത്മകമായ മറുപടിയാണ്. നമ്മൾ വളർന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കാം, എങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയോട് നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. അവരെന്തുകൊണ്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മരത്തിന്റെ മുകളിൽ കയറി വീഴും എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല, പക്ഷെ കുട്ടി താഴെ വീണ് കഴിയുമ്പോൾ അറിയാം വീണു എന്നുള്ളത്. അപ്പൊ കയറണ്ട എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, നീ കയറണ്ട എന്നല്ല, കയറിയാൽ മുകളിൽ നിന്ന് താഴെ വീഴും, കാലോടിയും കയ്യോടിയും എല്ലാ കാര്യങ്ങളും അങ്ങനെ എക്സാമ്പിൾ സഹിതം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചില കുട്ടികൾ പറയുന്നത് ഒബ്സർവ് ചെയ്ത് അത് അതുപോലെ പകർത്താൻ ശീലിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ അച്ഛനും അമ്മയും എന്നെ എന്താണ് മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് എന്നോട് കൂടുതൽ താല്പര്യമുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളർന്നു വരണം. ഇന്ന് 90% കുടുംബങ്ങളും അച്ഛനൊരു തരത്തിൽ അമ്മ ഒരു തരത്തിൽ ഈ രീതിയിൽ പോകുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവി തലമുറയുടെ കാര്യത്തിലും സുരക്ഷിതത്വത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ഭാവി തലമുറ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കുകയാണെന്ന് ഭാവി തലമുറ. എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ കുടുംബം വളരെ നല്ല രീതിയിലാണ്, ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്ന നല്ല രീതിയിലാണ്, എൻ്റെ കാര്യങ്ങളിലെല്ലാം കുഴപ്പമില്ലാതെ മക്കളെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാവർക്കും തങ്ങളുടെ മക്കളിൽ ഒരു അരക്ഷിതത്വ ബോധം ഇന്നുളവാകുന്നുണ്ട്. അത് പരസ്പരം അവർ തമ്മിൽ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ആരോടെങ്കിലുള്ള ദേഷ്യം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക, അച്ഛനോടുള്ള ദേഷ്യം അമ്മ അച്ഛനോട്, അച്ഛൻ അമ്മയോടുള്ള ദേഷ്യം കുട്ടികൾ ദേഷ്യപ്പെടുക, കുട്ടികളോട് അടിച്ചേൽപ്പിക്കുക. കൂട്ടുകുടുംബാണെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ചെയ്ത ദേഷ്യത്തിനാണ് അവരോടുള്ള ദേഷ്യം മക്കളോട് അടിച്ചേൽപ്പിക്കുക. മക്കൾ
മക്കളോടുള്ള ദേഷ്യം, സ്വയം മറ്റേ കുട്ടികളോടുള്ള ദേഷ്യം, ഭർത്താവ് പറഞ്ഞത് അനുസരിച്ചില്ല എന്നുള്ള ദേഷ്യം കുട്ടികളിലേക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള ദേഷ്യങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാം. ഇത് തീർക്കുന്ന ഒരു ഉപകരണമായിട്ട് കുട്ടികൾ മാറുകയാണ്. മാർക്ക് കിട്ടാതെ അടുത്ത വീട്ടിലെ കുട്ടിക്ക് മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ അവന് മാർക്ക് കിട്ടിയില്ല, ഉടനെ ആ ദേഷ്യം കൂടെ നമ്മൾ മക്കളിലേക്ക് തീർക്കുക. ഇങ്ങനെ ഓരോ തരത്തിലും നമ്മൾ കുട്ടികളോട് പ്രതികരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ തർക്കിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ വിജയിക്കുമെങ്കിൽ മാത്രമേ തർക്കിക്കാവൂ. ഇനി ഒരു കാര്യം, നിങ്ങൾ കുട്ടികളോട് തർക്കിക്കുകയാണ് ഒരു കാര്യത്തിൽ, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്ന് അച്ഛനും അമ്മയും തർക്കിച്ചാൽ തർക്കത്തിൽ നിങ്ങൾ വിജയിക്കണം. കാരണം വെറുതെ തർക്കിച്ച് ജയിച്ചാൽ പോരാ, കുട്ടിക്കൊന്നും അറിയില്ല എന്നുള്ളതല്ല, എന്തുകൊണ്ട് നമ്മളത് തർക്കിച്ചു, ഒരു 5-6 വയസ്സിന് ശേഷം നമ്മൾ കുട്ടിയുടെ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ കുട്ടി അത് ചോദിച്ചാൽ അത് ഇന്നതാണ് കാരണമെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് കുട്ടിയോട് അതിൻ്റെ വരുംവരായികൾ പറഞ്ഞ് കോൺസിക്വൻസ് മനസ്സിലാക്കി തർക്കിച്ചാൽ ആ തർക്കത്തിൽ നമ്മൾ വിജയിക്കണം. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ക്ഷേമത്തിൽ അവർക്ക് എന്തൊക്കെ ചിന്തകളുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് കാര്യം മനസ്സിലായി, എനിക്ക് മനസ്സിലായി. 2 വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം. അപ്പോൾ കുട്ടികളോട് തർക്കിക്കാൻ പോയാൽ നമ്മൾ തർക്കത്തിൽ വിജയിക്കണം. അറിയാതെ ഉത്തരം മുട്ടി ഒരു തർക്കത്തിൽ നിർത്തി അവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കൈക്കൊള്ളരുത്. അത് കുട്ടികൾ വളർന്നു വരുമ്പോൾ അത് വേറൊരു ശീലമായി മാറും. അത് അവർ മറ്റുള്ളവരിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. ഒരു നല്ല ഓഫീസിലോ നല്ല ജോലിയിലോ നല്ലൊരു പൊസിഷനിലോ ആ പയ്യനോ അവളോ എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർ യൂസ് ചെയ്യുന്ന പ്രവൃത്തി ഇതായിരിക്കും. താൻ പറയുന്ന മേലധികാരി താനാണ്, താൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചേ പറ്റൂ, തൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെല്ലാവരും ചെയ്യണം. കാരണം ഞാൻ ഈ ചെയ്യുന്നത്, കുട്ടി വളർന്നു വന്ന സാഹചര്യം അതാണ്, എന്ത് പറഞ്ഞാലും അതെങ്ങനെയാണ്, ഈ തരത്തിൽ അടിച്ചേൽപ്പിക്കലാണ്. അപ്പോൾ ഈ അടിച്ചേൽപ്പിക്കലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രതികരിക്കുമ്പോൾ തർക്കിച്ചു കഴിയുമ്പോൾ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നതാവാതെ അവരിൽ വിജയം കണ്ടെത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ തർക്കിക്കുന്നത്. കുട്ടികളെ നമ്മൾ എപ്പോഴും കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. ഭാവിയിൽ വളർന്നു വരുന്നൊരു തലമുറയാണ്. അവനോ അല്ലെങ്കിൽ അവൾക്കോ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരുക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ വളരെ ഭംഗിയായിരിക്കണം. ഇനി അതിനപ്പുറത്തേക്കൊക്കെ ചില കുട്ടികൾക്ക് മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവാം. അതിനെ നമ്മൾ കണ്ടെത്തി അവരെ നല്ലൊരു പാത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. വെറുതെ തർക്കിച്ച് അച്ഛനമ്മമാർ സമയം കളയാതെ കുട്ടികളുടെ നല്ല പെരുമാറ്റത്തെ അംഗീകരിക്കുക. കുട്ടികൾ ചെയ്യുന്ന പെരുമാറ്റം നല്ലതായിരിക്കാം, അതിനെ ഉടനെ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല മോൻ ചെയ്ത് നന്നായിട്ടോ, അല്ലെങ്കിൽ മോള് ചെയ്ത് നന്നായിട്ടോ. 15 മാർക്ക് വാങ്ങി വന്ന കുട്ടി 2 മാർക്ക് പുറകോട്ടാണെങ്കിൽ ഓക്കെ, നീ ഇപ്പോൾ 15 മാർക്കല്ലേ വാങ്ങില്ല, അടുത്ത പ്രാവശ്യം 20-20 18 മാർക്കെങ്കിലും വാങ്ങാൻ നോക്കുക, കുറച്ചുകൂടെ ബെറ്ററായിട്ട് പഠിക്കുക. ഓക്കെ, കുട്ടിയുടെ പുറത്തോ കയ്യിലോ തട്ടി അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. നീ 15 മാർക്കല്ലേ വാങ്ങിച്ചുള്ളൂ, നീ എന്തിന് ഇത്രയും മാർക്ക് വാങ്ങിച്ചെന്ന് വെച്ചാൽ കുട്ടിയെ അടിക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അടിക്കുന്ന ഒരു അച്ഛൻ, ആ കുട്ടി തീർച്ചയായിട്ടും പേടിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചു പോകും. അപ്പോൾ ആ രീതിയിൽ കുട്ടികളുടെ പെരുമാറ്റം നല്ലതാണെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഓരോ കുട്ടിയും തൻ്റെ പോസിറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. കുട്ടിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അറിയില്ല, സ്പിരിച്വൽ എന്താണെന്ന് അറിയില്ല. നമ്മളെ മുതിർന്നവരെ പോലെ ചിന്തിക്കാനുള്ള കഴിവും ശക്തിയും അവർക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടികളിലേക്ക് സന്തോഷം ഇട്ട് കൊടുത്താൽ അതാണ് പോസിറ്റീവ്. കുട്ടികളിലേക്ക് ഈശ്വരീയമായ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ അച്ഛനമ്മമാർ പകർന്നു കൊടുത്താൽ അതാണ് സ്പിരിച്വൽ. അപ്പോൾ കുട്ടികളുടെ മനസ്സിനെ നമ്മൾ കയ്യിലെടുക്കാൻ നോക്കുക. അങ്ങനെ നമുക്ക് നല്ല മകനോ മകളെയോ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. ആത്മനിയന്ത്രണം, അത് ഉദാസീനമായിരിക്കണം. അച്ഛൻ്റെ അമ്മയുടെ ആത്മനിയന്ത്രണം, പൊട്ടിത്തെറിക്കാത്ത അച്ഛനും അമ്മയും, അത് കുട്ടികൾ വളരെ ഇതായിരിക്കണം. അപ്പോൾ സ്കൂളിലുള്ള എന്ത് സംഭവങ്ങളും എന്ത് കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനും അച്ഛനമ്മമാരോട് ഷെയർ ചെയ്യാനും കുട്ടികൾ കാണിക്കുന്ന ആ ഒരു മാനസിക സന്നദ്ധത അത് വളരെ പ്രധാനമാണ്. മനസ്സെന്താണെന്നൊന്നും അറിയാത്ത കുട്ടികളാണ്. അപ്പോൾ അവരെ നമ്മൾ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊടുക്കാൻ നോക്കുക, നല്ല മാതൃകാ കുട്ടികളാക്കി എടുക്കുക. പിന്തുണയ്ക്കുന്നവരെയൊക്കെ കണ്ടെത്തുക. അച്ഛനമ്മമാർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ നമ്മളെ ഇഷ്ടപ്പെടും. അവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണം, നമ്മുടെ ഇഷ്ടമല്ല അവർ നോക്കണം, മക്കളുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അവർ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ അവരെ സ്നേഹിക്കുന്നതിന് മക്കൾ എന്നെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരാണ് അവരെന്ന് കുട്ടികൾക്ക് തോന്നണം. വീട്ടിലുള്ള എല്ലാവരും ഒരേ മാനദണ്ഡത്തിലായിരിക്കണം. അച്ഛനൊന്ന് പറയുന്നു, അമ്മ വേറെന്ന് പറയുന്നു, അമ്മൂമ്മ വേറെന്ന് പറയുന്നു, അപ്പൂപ്പ വേറെന്ന് പറയുന്നു. 4 പേര് 4 അഭിപ്രായം. കുട്ടി വിചാരിക്കുന്നത് ഏത് അഭിപ്രായം, ഒരഭിപ്രായം വേണ്ട, എൻ്റെ അഭിപ്രായം മതി. അങ്ങനെ വരാതെ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും വേണ്ട, അപ്പൂപ്പനും വേണ്ട, അമ്മൂമ്മയ്ക്കും വേണ്ട, 4 പേരും ഒരേ അഭിപ്രായത്തിൽ. ഒരു കുട്ടിയെ ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അവനെ ചെന്ന് അവനെ അല്ലെങ്കിൽ അവളെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നത് ഒരിതല്ലാതെ ഒരേ മാനദണ്ഡത്തിൽ എല്ലാവരും പറയാം, മോനി ചെയ്തത് ശരി അല്ലെങ്കിൽ മോനി ചെയ്തത് തെറ്റ്, മോനെ ഞങ്ങൾ എല്ലാവരും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മാനസിക തലത്തിലേക്ക് വരുന്ന ചിന്തകളെല്ലാം പോസിറ്റീവായിരിക്കും. ഇങ്ങനെ കുട്ടികളുമായിട്ടൊരു ദൃഢമായ ബന്ധം സ്ഥാപിക്കുക. പഠനത്തിൽ, ട്യൂഷനിൽ, ഭക്ഷണത്തിൽ മാത്രമല്ല അവൻ്റെ ദിനംപ്രതിയുള്ള വളർച്ചയിലും അവൻ്റെ മനസ്സിൻ്റെ വളർച്ചയിലും നമ്മൾ അച്ഛനമ്മമാർ സമയം കണ്ടെത്തുക. കുട്ടികളോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തുക, പഠിക്കാനും സഹായിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. ഇങ്ങനൊരു നല്ല അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവന്നെത്തിക്കുക.